ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾ തുല്യ ത്രികോണങ്ങൾ എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത ടോപ്പിക്ക് ഐസോസെൽസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണങ്ങൾ. ഈ ചിത്രം നോക്കുക. ഈ ചിത്രത്തിൽ രണ്ടിലും പ്രത്യേകത എന്താണ്? ഈ ചിത്രത്തിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്, പക്ഷേ ഈ വശം എന്തല്ല, തുല്യമല്ല. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഐസോസെൽസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത ഒരു ത്രികോണത്തിൻ്റെ രണ്ട് സൈഡുകൾ തുല്യവും അവയ്ക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇതാണ് ഐസോസെൽസ് ട്രയാങ്കിൾ. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം നമുക്ക് ചെയ്തു നോക്കാം. ചുവടെ വരച്ചിരിക്കുന്ന സമപാർശ്വ ത്രികോണങ്ങളുടെ മറ്റു കോണുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഒന്നാം ചിത്രം ഇതാണ്. ഈ ചിത്രത്തിലെ ഒരു കോണ് 30 ഡിഗ്രി. ഇനി നമുക്ക് ബാക്കി രണ്ട് കോണുകൾ കണ്ടുപിടിക്കണം. ഞാൻ പേര് കൊടുക്കുകയാണ് എ, ബി, സി. നമുക്ക് ചിത്രം നോക്കി തന്നെ മനസ്സിലാവും ഈ രണ്ട് വശങ്ങളാണ് എന്ത്? തുല്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ എഴുതാൻ വേണ്ടി പോവുകയാണ്. കോൺ ബി ഈക്വൽ ടു 30 ഡിഗ്രി. നമുക്ക് ഇനി ബാക്കി രണ്ട് കോണുകളാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളാണ് തുല്യം. അപ്പം അല്ലേ? അപ്പോൾ ഇത് 30 ആവും, ഇതും 30 ആവും. നേരത്തെ പറഞ്ഞു രണ്ട് വശങ്ങൾ തുല്യമാണെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അപ്പം കോൺ ബി ഈക്വൽ ടു 30 ഡിഗ്രി, കോൺ സി എന്ത് തന്നെയാണ്? 30 ഡിഗ്രിയാണ്. നമുക്കിനി കോൺ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 180 മൈനസ് ഒരു ത്രികോണത്തിൻ്റെ സമ്മ് 180 ഡിഗ്രി മൈനസ് 30 പ്ലസ് 30, 30 പ്ലസ് 30 60. 180 മൈനസ് 60 സമം 120 ഡിഗ്രി. അപ്പോൾ കോൺ എ എന്ന് പറഞ്ഞത് 120 ഡിഗ്രി ആയിരിക്കും. കോൺ എ 120 ഡിഗ്രി. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കാം. ഈ ചിത്രത്തിൽ ഈ ആംഗിളാണ് തന്നിരിക്കുന്നത് 40 ഡിഗ്രി. അപ്പോൾ ഞാൻ ട്രയാങ്കിളിന് പേര് കൊടുക്കുകയാണ് എ, ബി, സി. ഇതിൽ നമുക്ക് ചിത്രം കണ്ടാൽ മനസ്സിലാവും ഈ രണ്ട് വശങ്ങളാണ് എന്ത്? തുല്യം. അപ്പോൾ നമുക്കറിയാം തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ എഴുതി എ ബി ഈക്വൽ ടു എ സി ആണ്. ഈ രണ്ട് വശങ്ങളാണ് തുല്യം. കോൺ എ അറിയാം 40 ഡിഗ്രി. അപ്പോൾ കോൺ ബിയും കോൺ സിയും കണ്ടുപിടിക്കാൻ ഈ മൂന്ന് ആംഗിൾസിന് സമ്മ് 180. അപ്പോൾ കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി. നമുക്ക് കോൺ എ അറിയാം 40 പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി സമം 180 ഡിഗ്രി. കോൺ ബി പ്ലസ് കോൺ സി സമം 180 മൈനസ് 40 സമം 180 മൈനസ് 40 140 ഡിഗ്രി. നമുക്ക് കോൺ ബിയും കോൺ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് കോണും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 140 കിട്ടണം. അപ്പോൾ ഒരു കോൺ എത്രയായിരിക്കും കണ്ടുപിടിക്കാൻ? 140ൻ്റെ പകുതി എന്ത് ചെയ്യുക? എടുക്കുക. 140ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 70 ഡിഗ്രിയാണ് വരിക. 70 ഡിഗ്രി. അപ്പോൾ കോൺ ബി ഈക്വൽ ടു കോൺ സി ഈക്വൽ ടു 70 ഡിഗ്രി. നമുക്ക് തുല്യമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺ ബിയും കോൺ സിയും തമ്മിൽ കൂട്ടിയ 140 കിട്ടണം. അപ്പോൾ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ 140 എന്ത് ചെയ്യുക? പകുതി എടുക്കുക. അപ്പോൾ 70 പ്ലസ് 70 എത്ര കിട്ടും? 140 കിട്ടും. അപ്പോൾ 70. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കാം. മൂന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ ഒരു കോണ് വന്നിട്ടുണ്ട് 100 ഡിഗ്രിയാണ്. നമ്മളോട് ബാക്കി രണ്ട് കോണുകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പേര് കൊടുക്കുകയാണ് എ, ബി, സി. ഇനി ഈ ചിത്രത്തിൽ നമുക്ക് കോൺ എ അറിയാം 100 ഡിഗ്രി. ഇനി നമുക്ക് ഈ രണ്ട് കോണുകൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഏതാണ്? ഈ രണ്ട് വശങ്ങളാണ് തുല്യം. അപ്പോൾ തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ കോൺ ബിയും കോൺ സിയും തമ്മിൽ കിട്ടാൻ വേണ്ടിയിട്ട്
കോൺ എ പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ എ അറിയാം 100 ഡിഗ്രി പ്ലസ് കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു 180 ഡിഗ്രി. കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു പ്ലസ് 100 അങ്ങോട്ട് പോകുമ്പോൾ ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 180 മൈനസ് 100. കോൺ ബി പ്ലസ് കോൺ സി ഈക്വൽ ടു 180 മൈനസ് 100 80 ഡിഗ്രി. അപ്പോൾ ഈ ബിയും സിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കിട്ടണം. അപ്പോൾ ഓരോ ആംഗിൾ എത്രയായിരിക്കും? അതിൻ്റെ പകുതി എടുക്കുക. 80/2. 80ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി. അപ്പോൾ കോൺ ബിയും കോൺ സിയും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 80 ഡിഗ്രി വേണം. അപ്പോൾ ഓരോ കോൺ എത്രയായിരിക്കും? 40 ഡിഗ്രി വേണം. കോൺ ബി ഈക്വൽ ടു കോൺ സി ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ നമുക്ക് ചിത്രത്തിൽ എഴുതാം രണ്ടും 40 ഡിഗ്രി. ഇനി നാലാമത്തെ ചോദ്യം, ട്രയാങ്കിള് XYZ. ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എൽ ഷേപ്പാണ്. അപ്പോൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. നമുക്ക് ഇനി ഈ രണ്ട് കോണുകൾ കണ്ടുപിടിക്കണം. 90 ഡിഗ്രി. അപ്പോൾ ഈ രണ്ട് വശങ്ങളെ തുല്യമായ വശങ്ങൾ XYയും XY ഈക്വൽ ടു YZ ആയിരിക്കും. ഇനി നമുക്ക് കോൺ Y അറിയാം 90 ഡിഗ്രി. അപ്പോൾ ട്രയാങ്കിളിൻ്റെ സമ്മ് 180 ഡിഗ്രി. അപ്പോൾ കോൺ X പ്ലസ് കോൺ Y പ്ലസ് കോൺ Z ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി കോൺ എക്സ് പ്ലസ് കോൺ Z ഈക്വൽ ടു പ്ലസ് 90 ഈക്വൽ ടു അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് 180 മൈനസ് 90 ഡിഗ്രി കിട്ടും. കോൺ എക്സ് പ്ലസ് കോൺ Z ഈക്വൽ ടു 90 ഡിഗ്രി. നമുക്ക് എന്താണ്? കോൺ എക്സും കോൺ വൈയും തമ്മിൽ കൂട്ടിയ 90 കിട്ടണം. അപ്പോൾ കോൺ എക്സ് ഈക്വൽ ടു കോൺ സെഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ കോണ് കണ്ടുപിടിക്കാൻ 90/2 90ൻ്റെ പകുതി എത്ര? 45 ഡിഗ്രി വീതമായിരിക്കും. അപ്പോൾ കോൺ എക്സ് 45 ഡിഗ്രി, കോൺ Z 45 ഡിഗ്രി. അടുത്ത ഭാഗം സമഭുജ ത്രികോണം ഈക്വലേറ്റർ ട്രയാങ്കിൾ. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എല്ലാ വശങ്ങളും തുല്യമായിരിക്കും, എല്ലാ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ കോണും എത്രയായിരിക്കും? സമഭുജ ത്രികോണത്തിൻ്റെ 60 ഡിഗ്രി വീതം. ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. അത് കണ്ടുപിടിക്കാൻ ഒരു ട്രയാങ്കിളിൻ്റെ സമ്മ് 180 ഡിഗ്രി. എത്ര കോണുകളുണ്ട്? 3. അപ്പോൾ 180 ഡിഗ്രീനെ 3 ഹരിക്കുക. അപ്പോൾ എത്ര കിട്ടും? 60 ഡിഗ്രി കിട്ടും. അപ്പോൾ ഓരോ ആംഗിളും എത്രയാണ്? 60 ഡിഗ്രി ആയിരിക്കും സമഭുജ ത്രികോണത്തിൻ്റെ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സമഭുജ ത്രികോണത്തിൻ്റെ പ്രത്യേകത എല്ലാ വശങ്ങളും എല്ലാ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഓരോ കോണും 60 ഡിഗ്രി വീതമായിരിക്കും. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ ചോദ്യം, ഒരു സമപാർശ്വ ത്രികോണത്തിൻ്റെ ഒരു കോൺ 120 ഡിഗ്രിയാണ്. മറ്റു രണ്ട് കോണുകൾ എന്തൊക്കെയാണ്? നമുക്കറിയാം ഒരു സമഭുജ ത്രികോണത്തിൻ്റെ കോണുകളെ തുക 180 ഡിഗ്രിയാണ്. അതിൽ രണ്ട് വശങ്ങൾ തുല്യമായിരിക്കും. അതുമാത്രമല്ല തുല്യമായ വശങ്ങളുടെ എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമാണ്. നമുക്കറിയാം എന്തിൻ്റെ പ്രത്യേകതയാണ്? സമപാർശ്വ ത്രികോണത്തിൻ്റെ പ്രത്യേകതയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കോൺ വൺ ആംഗിൾ 120 ഡിഗ്രിയാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റ് രണ്ട് കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുക? മറ്റു രണ്ട് കോണുകളുടെ തുക, മറ്റു രണ്ട് കോണുകളുടെ തുക, സം ഓഫ് അനദർ ടു ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം 180 120 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 180 120 പോയാൽ ബാക്കി 60 ഡിഗ്രി കിട്ടും. അപ്പോൾ എന്താ മനസ്സിലാവേണ്ടത്? ബാക്കി രണ്ട് കോണുകൾ തുക 60 ആയിരിക്കണം. അപ്പോൾ ഒരു കോൺ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഒരു കോൺ, രണ്ട് കോണുകൾ എന്താണ്? തുല്യമായിരിക്കും. ഒരു കോൺ സമം 60/2. അതിൻ്റെ പകുതി എടുത്താൽ മതി. ഓരോ കോൺ എന്തായിരിക്കും? തുല്യമായിരിക്കും. 60/2 30 ഡിഗ്രി. അപ്പോൾ നമുക്ക് എഴുതാം ബാക്കി ഓരോ കോണുകളും 30 ഡിഗ്രി വീതമാവും. ഈച്ച് ആംഗിൾസ് ആർ
30 ഡിഗ്രി. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ 2 ബിന്ദുക്കളും യോജിപ്പിച്ച് ത്രികോണം വരച്ചിരിക്കുന്നു. ത്രികോണത്തിലെ മറ്റു 2 കോണുകൾ കണക്കാക്കുക. ഇതിൽ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ മറ്റൊരു ട്രയാങ്കിൾ ഉണ്ട്. ഞാൻ ട്രയാങ്കിളിൻ്റെ പേര് കൊടുക്കുകയാണ് ABC. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ ഒരു കോൺ C = 60 ഡിഗ്രിയാണ്. നമുക്ക് ഈ ബാക്കി 2 കോണുകളും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 60 കുറയ്ക്കുക. ശേഷം 180 അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ കോൺ C എത്രയാണ്? 60 ഡിഗ്രിയാണ്. നമുക്കറിയാം ഒരു കോൺ 60 ആണ്. ഓരോ കോണും 60 ഡിഗ്രി ആയിട്ട് വരുന്നത് ഏതാണ്? ഈക്വലായിട്ട് ട്രയാങ്കിൾ. നേരത്തെ പറഞ്ഞു സമഭുജ ത്രികോണം. ഒരു കോൺ 60 ആണെങ്കിൽ ബാക്കി 2 എത്ര തന്നെയായിരിക്കും? 60 60 വീതമാണ്. എന്താണെങ്കിൽ സമഭുജ ത്രികോണമാണെങ്കിൽ. അപ്പോൾ ഇത് 60 ആണ്. നമുക്ക് സമഭുജ ത്രികോണം നോക്കി വെക്കാം. ഇതാ ഈ 2 കോണുകളും നമുക്ക് കണ്ടുപിടിക്കാം. കോൺ C 60 ഡിഗ്രി. പിന്നെ പറഞ്ഞിട്ടുണ്ട് വൃത്തത്തിൻ്റെ കേന്ദ്രം വൃത്തത്തിലെ 2 ബിന്ദുക്കളുമായി യോജിപ്പിച്ച്. ദാ ഇവിടുന്ന് ഇങ്ങോട്ടാണ് യോജിപ്പിച്ചിരിക്കുന്നത്. കോൺ A പ്ലസ് കോൺ B പ്ലസ് കോൺ C = 180 ഡിഗ്രി. നമുക്ക് കോൺ Aയും കോൺ Bയും കണ്ടുപിടിക്കണം. പ്ലസ് കോൺ C അറിയാം 60 ഡിഗ്രി സമം 180. അപ്പോൾ കോൺ A പ്ലസ് കോൺ B സമം 180 മൈനസ് 60. 180 മൈനസ് 60 120 ഡിഗ്രി. നമ്മുടെ അർത്ഥം എന്താ? കോൺ Aയും കോൺ Bയും തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടണം? 120 കിട്ടണം. അപ്പോൾ കോൺ Aയും കോൺ Bയും തമ്മിൽ 120 കിട്ടണമെങ്കിൽ ഓരോ കോണും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ പകുതി എടുക്കുക. കോൺ A, കോൺ B സമം 120/2. 120ൻ്റെ പകുതി എത്ര? 60 ഡിഗ്രി. അപ്പോൾ ഓരോ കോണും എത്ര വീതമായിരിക്കും? 60 ഡിഗ്രി വീതമായിരിക്കും. 60 ഡിഗ്രി വീതമാണെങ്കിൽ എന്താ പറഞ്ഞ നേരത്തെ ട്രയാങ്കിളിനെ? ഈക്വലാറ്റർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സമഭുജ ത്രികോണം. അപ്പോൾ ഈ ചിത്രത്തിലെ ഈ ത്രികോണം എന്താണ്? ഒരു സമഭുജ ത്രികോണമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇനി മൂന്നാമത്തെ ചോദ്യം, ചിത്രത്തിൽ ഒരു വൃത്തത്തിലെ 3 ബിന്ദുക്കൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. വൃത്തത്തിലെ ബിന്ദുക്കൾ വൃത്തകേന്ദ്രമായി ഉണ്ടാക്കുന്ന 3 കോണുകളിൽ 2 എണ്ണം വൃത്തത്തിൻ്റെ അളവ് പറഞ്ഞിട്ടുണ്ട്. വൃത്തകേന്ദ്രത്തിലെ 3ാമത്തെ കോൺ കണ്ടുപിടിക്കുക. വൃത്തകേന്ദ്രത്തിലെ വലിയ, അതായത് പച്ച ത്രികോണത്തിലെ കോണുകളെല്ലാം കണക്കാക്കുക. നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ ചോദ്യം, വൃത്തകേന്ദ്രത്തിലെ 3ാമത്തെ കോൺ കണ്ടുപിടിക്കുക. അതാ വൃത്തകേന്ദ്രത്തിലെ 3ാമത്തെ കോൺ. ഈ കോണാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പേര് കൊടുക്കുകയാണ് ABC. ഈ സെൻറ്ററിന് ഞാൻ O എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോണിൻ്റെ തുക എത്രയായിരിക്കും? ടോട്ടൽ നമുക്ക് എത്ര കിട്ടണം? 130 കിട്ടണം. അപ്പോൾ ഞാൻ ഈ കോണ് AOB ആംഗിൾ, ഒന്നാം ചോദ്യം എത്രയാണ് കണ്ടുപിടിക്കുന്നത്? ആംഗിൾ AOB. ഈ കോണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 360 മൈനസ് 120 പ്ലസ് 120 120 പ്ലസ് 120 അപ്പോൾ സമം 360 ഡിഗ്രി മൈനസ് 120 പ്ലസ് 120 240 സമം 360 മൈനസ് 240 ചെയ്ത് നോക്കാം. 0 6 4 പോയാൽ 2 3 2 പോയാൽ 1. അപ്പോൾ ബാക്കി 120 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ കോൺ AOB ഈ കോൺ എത്രയാണ്? 120 ഡിഗ്രി. നമുക്ക് ഈ ആംഗിൾ കിട്ടി. ഒന്നാം ചോദ്യം ഇതായിരുന്നു. രണ്ടാമത്തെ ചോദ്യം കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് വൃത്തകേന്ദ്രത്തിലെ വലിയ പച്ച ത്രികോണത്തിലെ എല്ലാ കോണുകളും കണക്കാക്കുക. ഇതാണ് പച്ച ത്രികോണം ABC. നമുക്ക് ആംഗിൾ A കാണണം, ആംഗിൾ B കാണണം, ആംഗിൾ B, ആംഗിൾ C കാണണം. നമുക്ക് ആംഗിൾ ഇവിടുത്തെ ആംഗിൾ അറിയാം, AOC. ഇതാണ് O എന്ന ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ AOC എന്ന കോൺ അറിയാം. രണ്ടാം ചോദ്യത്തിൽ കോൺ AOC സമം AOC 120 ഡിഗ്രി. നമുക്ക് ആംഗിൾ Aയും ആംഗിൾ Cയും കണ്ടുപിടിക്കണം. ആംഗിൾ A
കോമ ആംഗിൾ സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 180 120 കുറയ്ക്കുക. 180 120 പോയാൽ 60 ഡിഗ്രി. ഇനി എന്ത് ചെയ്യുക? ഈ ഓരോ കോണും കണ്ടുപിടിക്കാൻ 60ൻ്റെ പകുതി എടുക്കുക. 60ൻ്റെ പകുതി എത്രയാണ്? 30 ഡിഗ്രി. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി വരും, ഇവിടെ 30 ഡിഗ്രി വരും. കാരണം ഈ രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? ഈക്വലാണ്. കാരണം സർക്കിളിൻ്റെ സെൻറ്ററിന് സർക്കിളിൻ്റെ മുകളിലേക്കാണ് ഈ വരകൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡും ഈ സൈഡും ഈക്വലാണ്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ഈ ആംഗിളും ഈ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. ഈ എല്ലായിടത്തും സെയിം ആംഗിളാണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 30 ഡിഗ്രി. ഇവിടെയും 30 ഡിഗ്രി. ഇവിടെയും 30, ഇവിടെയും 30 ഡിഗ്രി. നമ്മളോട് വലിയ പച്ച ത്രികോണത്തിലെ ഓരോ കോണും കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആംഗിൾ എ എഴുതാം. ആംഗിൾ എ സമം 30 + 30 സമം 60 ഡിഗ്രി. കോൺ ബി സമം 30 + 30 സമം 60 ഡിഗ്രി. കോൺ ബി കോൺ സി സമം 30 + 30 സമം 60 ഡിഗ്രി. ഈ ചിത്രത്തിലെ എല്ലാ കോണുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യണുള്ളൂ? ഈ ട്രയാങ്കിളിനെ മാത്രമേ ഉള്ളൂ. കാരണം ഇതേപോലെ തന്നെയാണ് ഈ ട്രയാങ്കിളിലും വരിക. അതുകൊണ്ട് ഫുൾ എന്ത് ചെയ്യണില്ല? എഴുതണില്ല. ഇനി നമുക്ക് ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളും കൂടി എന്തുണ്ട്? ബാക്കിയുണ്ട്. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? അപ്ലോഡ് ചെയ്യാം. എല്ലാവരും എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്യാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.